ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും സംഘവും മണിപ്പൂരിലെ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഇന്ത്യയിലും പ്രത്യേകിച്ച് മണിപ്പൂർ സംസ്ഥാനത്തും സമാധാനവും ഐക്യവും കൊണ്ടുവരുന്നതിനായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ CBCI ആഹ്വാനം ചെയ്തു. മണിപ്പൂർ ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഡൊമിനിക് ലൂമോൻ, CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജെർവിസ് ഡിസൂസ, കാരിത്താസ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പോൾ മൂഞ്ഞേരി എന്നിവരടങ്ങുന്ന സംഘമാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തോടൊപ്പം മണിപ്പൂരിലെ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. സംഘം കാങ്ചിങ്, സുഗ്നു ഏരിയ, പുഖാവോ, കാഞ്ചിപ്പൂർ, സംഗൈപ്ര എന്നീ സ്ഥലങ്ങളാണ് സന്ദർശിച്ചത്. വഴിയിൽ വിവിധ സ്ഥലങ്ങളിലെ പള്ളികൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ, നിരവധി വ്യക്തികളുടെ ഭവനങ്ങൾ എന്നിവ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടത് കണ്ടു. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കച്ചിങ്ങിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുടിയിറക്കപ്പെട്ടവർക്കുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്യുകയും പുഖാവുവിൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. 1000-ലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന സുഗ്നുവിന്റെ വീടുകളും സ്വത്തുക്കളും പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുക്കീസോ, നാഗ, മെയ്തേയ് തുടങ്ങിയ എല്ലാ സമുദായങ്ങൾക്കും വിദ്യാഭ്യാസപരവും സാമൂഹികവും വികസനപരവുമായ സേവനം നൽകിയ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും ഇടവകയും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടതും അതീവ വേദനയോടെയാണ് പിതാവ് നോക്കിക്കണ്ടത്. കാഞ്ചിപ്പൂരിലെ കാത്തലിക് സ്കൂൾ ക്യാമ്പസിലെ ഹോളി റെഡീമർ ചർച്ച്, റീജിയണൽ പാസ്റ്റർ ട്രെയിനിംഗ് സെന്റർ, സംഗായിപ്രാവുവിലെ സെന്റ് പോൾസ് ഇടവക എന്നിവയും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. പരസ്പര അവിശ്വാസവും ഭയവും നിലനിൽക്കുന്നതിനാൽ ഈ സ്ഥലങ്ങൾ വിജനമായി കാണപ്പെട്ടതും സമീപ ഭാവിയിൽ ജനവാസമുണ്ടാവില്ലെന്ന് തോന്നിയതും ഹൃദയഭേദകമായിരുന്നുവെന്ന് CBCI പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഈ പരാധീനതകൾക്കിടയിലും ഈ സ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്തവരുടെ യഥാർത്ഥ അവസ്ഥയും ഭാവിയും അവരുടെ കുട്ടികളുടെ ഭാവിയും എന്തായിരിക്കുമെന്ന കാര്യത്തിൽ തങ്ങൾ ആശങ്കാകുലരാണെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രസ്താവനയിൽ പങ്കുവച്ചു. ചില സ്കൂളുകളും ഹോസ്റ്റലുകളും സന്ദർശിക്കാൻ തങ്ങൾക്ക് അവസരം ലഭിച്ചുവെന്നും അതിൽ കുട്ടികളുടെ ഉത്കണ്ഠയും വിഷമവും വ്യക്തമായി കാണാൻ കഴിയുമെന്നും മാർ താഴത്ത് പങ്കുവച്ചു. CBCIയുടെ കീഴിലുള്ള കാരിത്താസ് ഇന്ത്യ ഇംഫാൽ അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാത്തലിക് റിലീഫ് സർവീസസ്, രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നിവയുമായി സഹകരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളെ സഹായിച്ചു. കാരിത്താസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ 3 കോടി രൂപയുടെ ദുരിതാശ്വാസ സഹായം നൽകിയിട്ടുള്ളതായും മെത്രാൻ സമിതി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പങ്കുവച്ചു. CBCIയുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയിലെ സഭ ഈ മാനുഷിക പ്രതിസന്ധിയോട് പ്രാർത്ഥനയിലും സമാധാന റാലിയും സംഘടിപ്പിച്ചും ദുരിതബാധിതരായ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി വിഭവങ്ങൾ സമാഹരിച്ചും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും CBCI പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ദുരിതബാധിത പ്രദേശങ്ങളിലെല്ലാം ഒരേപോലെ സഹായം നൽകുന്നുണ്ട്. ദുരിതബാധിത സമൂഹങ്ങളുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി തുടർന്നും സഹായം സ്വീകരിക്കുവാൻ കാരിത്താസ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഐക്യദാർഢ്യത്തിന്റെ പ്രകടനമെന്ന നിലയിൽ വിവിധ മതസഭകളും സഭാ സാഹോദര്യങ്ങളും പ്രധാനമായും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മെറ്റീരിയൽ, ആരോഗ്യ സംരക്ഷണം, മാനസിക സാമൂഹിക പിന്തുണ എന്നിവ ഉൾപ്പെടെ വിവിധ രൂപത്തിലുള്ള സഹായങ്ങൾ നൽകുവാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. മണിപ്പൂരിൽ നീണ്ടുനിൽക്കുന്ന അക്രമ സംഭവങ്ങളിൽ തങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ടെന്നും എല്ലാത്തരം അക്രമങ്ങളെയും അപലപിക്കുന്നുവെന്നും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അക്രമം നിയന്ത്രിക്കുന്നതിൽ ഭരണകൂടത്തിന്റെ നീണ്ട നിശബ്ദതയിലും നിസ്സംഗതയിലും തങ്ങൾ ഒരുപോലെ ആശങ്കാകുലരാണ്. ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തിന്റെ മതേതര ഘടന ഉയർത്തിപ്പിടിക്കുകയും ഭരണഘടനാ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുകയും വിവിധ സമുദായങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും അന്തരീക്ഷം വളർത്തിയെടുക്കുകയും ചെയ്യണമെന്നത് തങ്ങളുടെ ആത്മാർത്ഥമായ അഭ്യർത്ഥനയാണെന്നും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി.